നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ ജോസഫ് വാഴക്കൻ. ഇന്ന് UDF നേതാക്കളുടെ മുഖത്ത് വളരെ ശക്തമായ ഒരു തെളിച്ചം കാണുന്നു. കേരളത്തിൽ വലിയൊരു UDF തരംഗമാണ് ആഞ്ഞുവീശിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വളരെ ശക്തമായ ഒരു പ്രകടനം കാഴ്ചവെക്കുമ്പോൾ കേരളത്തിൽ UDF തരംഗം സൃഷ്ടിച്ചിരിക്കുന്നു. തികഞ്ഞ ഒരു ഭരണവിരുദ്ധത തന്നെയാണോ കേരളത്തിൽ പ്രകടമായത്? പിണറായി വിജയൻ ഭരണത്തിനെതിരായ, സർക്കാരിനെതിരായ ഒരു ജനവിധിയായി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണാമല്ലോ. എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? ദേശീയ തലത്തില് ശ്രീ നരേന്ദ്രമോദിക്കെതിരായിട്ടും പ്രധാനമന്ത്രിക്കെതിരായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടും രണ്ടുപേർക്കും എതിരായിട്ടുള്ള ഒരു ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായും പ്രതിഫലിച്ചു. ദേശീയ തലത്തില് നരേന്ദ്രമോദിയെ എതിർക്കാൻ ഒറ്റ നേതാവേ ഉള്ളൂ, ശ്രീ രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന്റെ അതിശക്തമായ ഒരു പോരാട്ടത്തിന് ഇന്ത്യൻ ജനത ഒരു പരിധിവരെയും പിന്തുണ നൽകി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം കാണിക്കുന്നത്. കേരളത്തിലും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ ഒരു നിലപാട് കേരള ജനത സ്വീകരിക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിനെതിരായ അതിശക്തമായ വികാരം, ഇത് രണ്ടുമാണ് ഈ വലിയ വിജയത്തിലേക്ക്. കാരണം ജയിച്ചിരിക്കുന്ന ആരും ചെറിയ ഭൂരിപക്ഷത്തിനൊന്നും അല്ല. എല്ലാം 1, 1.5, 2, 4 ഒക്കെ രാഹുൽ ഗാന്ധിയൊക്കെ 4 ലക്ഷം വോട്ടിനടുത്താണ്. മുഴുവൻ ആളുകളും ജയിച്ചിരിക്കുന്ന വലിയ ഭൂരിപക്ഷത്തിനാണ്, ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലാണ്. എനിക്ക് തോന്നുന്നത് UDFന്റെ 10-12 പേരും വിജയിച്ചിരിക്കുന്നത് ലക്ഷത്തോളം. കേരളത്തിൽ 2 മണ്ഡലങ്ങളിലാണ് അതിശക്തമായ മത്സരം UDF നേരിട്ടത്. തൃശ്ശൂരിലും ആലത്തൂരിലും. ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ഇപ്പോൾ അവസാന വട്ട വോട്ടെണ്ണൽ നടക്കുമ്പോൾ അടൂർ പ്രകാശ് നേരിയ വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. പക്ഷെ വി ജോയി തൊട്ടു പിന്നാലെ ഉണ്ട്. ആര് ജയിക്കുമെന്ന ആറ്റിങ്ങലിൽ മാത്രം ഇപ്പോൾ പ്രവചിക്കുക വയ്യ. എന്നാൽ ആലത്തൂർ സീറ്റ് കോൺഗ്രസിന്റെ കൈവെള്ളയിലുണ്ടായിരുന്ന ആലത്തൂർ സീറ്റ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. തൃശൂർ സുരേഷ് ഗോപി എടുത്തിരിക്കുന്നു. BJPയിലേക്ക് ഒരു വോട്ട് സിംഗ് UDFന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് വ്യക്തമാക്കുന്നതാണ് തൃശ്ശൂരിലെ വോട്ടെണ്ണൽ ഫലം നമ്മോട് പറയുന്ന കാര്യങ്ങൾ. തൃശ്ശൂരിൽ K. മുരളീധരൻ വളരെ പിന്നോക്കം പോകുന്ന അവസ്ഥ. എന്താണ് തൃശ്ശൂരിൽ സംഭവിച്ചത്? ആലത്തൂരിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വളരെ ദുർബലയായിരുന്നു എന്ന് തോന്നൽ ഇപ്പോൾ പാർട്ടിക്കില്ലേ? അല്ല, ദുർബലയായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. അവിടെ പൊളിറ്റിക്കലായി CPMന് നല്ല ഒരു മേൽക്കൈ അല്പം ഉള്ളൊരു സ്ഥലം തന്നെയാണ് ആലത്തൂര്. അവിടെ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഈ 10,000-15,000 വോട്ടിനും കണ്ടാണ് ശ്രീ രാധാകൃഷ്ണൻ. അയാളും മിനിസ്റ്ററാണ്. ആലത്തൂരില് K. രാധാകൃഷ്ണൻ ഇപ്പോൾ 19,475 വോട്ട്. 20,000 വോട്ട് താഴെ ഉള്ളൂ. അപ്പൊ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് 20,000 വോട്ടെന്നൊന്നും പറയുന്നത് അത്ര വലിയ ഡിഫറൻസ് ഒന്നുമല്ല. അവിടെ കഴിഞ്ഞ പ്രാവശ്യം വലിയ തരംഗം അവിടെ രമ്യ സൃഷ്ടിച്ചു എന്നുള്ള സംശയം ശരിയാണ്. പക്ഷേ K. രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയായപ്പോൾ മുതലേ ഞങ്ങൾക്ക് അതിനകത്തൊരു ചെറിയ സംശയം, നല്ലൊരു മത്സരം അവിടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം കേരളത്തിൽ CPMന്റെ അകത്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു മന്ത്രിയാണ് അയാള്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങേര് അവിടെ വലിയ ഒരു ജനകീയനായ ഒരു നേതാവാണ്, ഒരു മന്ത്രിയാണ്. അതിൻ്റെതായ ഒരു മെച്ചം അവിടെ ഉണ്ടായേക്കാം എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. തൃശ്ശൂരിലെ പരീക്ഷണം ദയനീയമായി പോയി. തൃശ്ശൂരില് ദയനീയമാണെന്നല്ല, രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ അങ്ങനെ ചില സംഭവങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. സുരേഷ് ഗോപി CPM നേതാക്കൾ പറയുന്നു അങ്ങനെ. അത് പറയുന്നതിലൊന്നും അർത്ഥമൊന്നുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാല്, ഇപ്പം ഇവിടെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ താമര വിരിയുന്നത്. താമരയൊക്കെ ഇതിനു മുമ്പേ ഇവിടെ വിരിഞ്ഞിട്ടുള്ളതാണ്. ശ്രീ O. രാജഗോപാൽ, K. മുരളീധരൻ O. രാജഗോപാൽ പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് അല്ലാതെ നിന്നിട്ടുള്ള ആളെ, അല്ലെങ്കിൽ O. രാജഗോപാൽ പഴയ BJPയുടെ എത്രയോ സീനിയർ നേതാവാണ്. പക്ഷെ അദ്ദേഹം ജയിക്കുന്നത് BJPയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സെക്കുലർ ഫേസ് ഒക്കെ ഒരു പരിധിവരെയുള്ള ഒരു ജനകീയനായി എല്ലാവർക്കും സ്വീകാരനായ ഒരു വ്യക്തി ആയതുകൊണ്ടും പലതവണ ഇവിടെ മത്സരിച്ച് തോറ്റത് കൊണ്ടുമാണ് O. രാജഗോപാലിന് ഒരു അവസരം കിട്ടിയത്. എന്ന് പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയും പലതവണ അവിടെ മത്സരിച്ച് അസംബ്ലിയിലും പാർലമെന്റിലും എല്ലാം തിരിഞ്ഞും പറഞ്ഞും മത്സരിച്ച് തോറ്റ്, അതിന് മാത്രമല്ല ഒരു വലിയ ഒരു സൂപ്പർ സ്റ്റാറും കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന് അതിൻ്റെതായ രീതിയിൽ മാത്രമല്ല, അദ്ദേഹം വളരെ ഒരു സെക്കുലർ ഫേസ് ആയിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടി ഏത് രീതിയിൽ ചിന്തിക്കുന്നവരാണെങ്കിലും അദ്ദേഹം അതൊരിക്കലും വരാതെ അദ്ദേഹം എല്ലാ കമ്മ്യൂണിറ്റിയെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള വലിയ ഒരു പ്രചരണം നടത്തി. അദ്ദേഹത്തിന് പിന്നെ ഒരു സിനിമാ താരം എന്നുള്ളൊരു ഗ്ലാമർ, അതല്ലാതെ BJPക്ക് കിട്ടിയ അല്ലെങ്കിൽ BJPക്ക് വന്ന ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. ഈ വോട്ട് ഒരിക്കലും അല്ല. അത് ഒരു ഇവിടെ നേരത്തെ O. രാജഗോപാൽ തിരുവനന്തപുരത്ത് ജയിച്ചതുപോലെ ഒരു സിമ്പതി വേവും അതുപോലെ തന്നെ ഒരു ഗ്ലാമറും അതെല്ലാം കൂടി പിന്നെ സിനിമാ നടൻ എന്നുള്ളതിന് നല്ല അഭിനേതാവാണ്.
അദ്ദേഹം ഏത് സമുദായത്തിന്റെ പരിപാടിക്ക് പോയാലും കൃത്യമായി അതെല്ലാം പഠിച്ചിട്ട് വളരെ കൃത്യമായിട്ട് അതെല്ലാം അവതരിപ്പിക്കും. അതൊക്കെ കാണുന്ന അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ കിട്ടിയ ഒരു അംഗീകാരമാണത്. ഞങ്ങൾക്ക് ഒരു സമയത്ത് ഞങ്ങൾക്കൊരു ചെറിയ സംശയം ഇക്കാര്യത്തിൽ ഉണ്ടായതാണ്, ഇതെന്ത് സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ച്. മാത്രമല്ല സുനിൽകുമാർ നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു, ഒരു ജനകീയ കാൻഡിഡേറ്റ് ആയിരുന്നു. അപ്പൊ ഇതെല്ലാവരും കൂടെ വന്നപ്പോഴത്തേക്കും ഞങ്ങള് കടന്നു കയറേണ്ട മേഖലകളിലേക്ക് ഞങ്ങൾക്ക് കടന്നു കയറാൻ കഴിയാതെ വന്നു. ആ മേഖലയിൽ സുരേഷ് ഗോപിയൊക്കെ വളരെ നേരത്തെ വന്ന് അവിടെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. കേരളത്തിന്റെ അവിടെ എത്തിയപ്പോ താമസിച്ചു. കേരളത്തിന്റെ ഒരു പൊതുചിത്രം എടുക്കുമ്പോൾ മിക്ക മണ്ഡലങ്ങളിലും BJP തങ്ങളുടെ വോട്ട് നില ഉയർത്തിയിരിക്കുന്നു. UDF ഭദ്രമായ ലീഡ് കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിലനിർത്തുമ്പോഴും LDF സമ്പൂർണ്ണ തകർച്ചയിലേക്കും BJP അവർക്ക് തൊട്ടടുത്ത് വരെ വോട്ട് ശതമാനത്തിൽ എത്തി നിൽക്കുന്നതുമായ ഒരു കാഴ്ച, ഇത് ഒരു പുതിയ രാഷ്ട്രീയ പ്രതിഭാസങ്ങൾക്ക് കേരളത്തിൽ കാരണമാകുമോ? CPM ഒരു സമ്പൂർണ്ണ തകർച്ചയാണ് ഇടതുപക്ഷം. അതിൽ BJP വളർന്നു കയറാനുള്ള സാധ്യതയല്ലേ ഏറി വരുന്നത്? അല്ല, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എപ്പോഴും അവർക്കൊരു ചെറിയ അപ്പർ ഹാൻഡ് വരാറുള്ളതാണ്. ഒരു മേൽക്കൈയൊക്കെ പലപ്പോഴും ഫീൽഡിൽ അവർക്ക് മറ്റുള്ള അസംബ്ലിക്കും പഞ്ചായത്തിനേക്കാളും ഒക്കെ കൂടുതലൊരു ഇത് ലോക്സഭാ ഇലക്ഷന് വരാറുള്ളതാണ്. പക്ഷെ ഇത്തവണ ഇടതുപക്ഷ കേന്ദ്രങ്ങളിലേക്ക് അവര് കുറെ കടന്നു കയറിയിട്ടുണ്ട്. അല്ല, ഇത് ഈ പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമായതുകൊണ്ട് പറ്റിയ ഒരു അബദ്ധമല്ലേ? കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായപ്പോൾ UPAക്ക് വോട്ട് ചെയ്യുക, ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുക എന്നുള്ള ഒരു അല്ല, അവര് ഇവിടെ പിന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമൊന്നും ആയിരുന്നില്ല കേരളത്തിൽ പറയുന്നു എന്നുള്ളതല്ലാതെ. ഇപ്പൊ ഒരു ഗവൺമെന്റ് ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് 3-4 MLA-മാരുണ്ട് ഇന്ത്യയിൽ മൊത്തത്തില്. അല്ല, ഇപ്പൊ തമിഴ്നാട്ടിൽ കഷ്ടിച്ച് 2 സീറ്റ് സഹായത്തിൽ ഇവിടെ ഒരു സീറ്റ് ഇപ്പം പിന്നെ രാജസ്ഥാനിലെ കണ്ടോറണം കിട്ടിയിട്ടുള്ളത് അലയൻസിൽ ഒരു ഭൂരിപക്ഷം അത് നമ്മുടെ കോൺഗ്രസ് സഖ്യത്തില്. അപ്പൊ അങ്ങനെ വല്ലതും കിട്ടിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ അപ്പൊ അതൊക്കെ നമുക്ക് അനുകൂലമായിട്ടൊക്കെ നിൽക്കുമെങ്കിൽ പോലും കേരളത്തിൽ അങ്ങനെ ഒരു ഇന്ത്യ സഖ്യമായിട്ടൊന്നും അല്ലല്ലോ. കോൺഗ്രസിനെ എതിർക്കുക എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഒരു പക്ഷേ പിന്നെ നരേന്ദ്രമോദി പറയുന്നതിനേക്കാൾ മോശപ്പെട്ട ഭാഷയിലാണ് ശ്രീ പിണറായി വിജയൻ ആക്ഷേപിച്ചത് രാഹുൽ ഗാന്ധിയെ. വളരെ മോശപ്പെട്ട ഭാഷ. തൃശ്ശൂരിലെ ഈ വിജയത്തിന് പിന്നിൽ എന്തെങ്കിലും LDF സഹായമുണ്ടോ? തിരുവനന്തപുരത്ത് കാരണം ഇതിനകത്ത് CPM-ന് അങ്ങനെ നേരത്തെ മുതലൊരു ധാരണ ഉണ്ടായിരുന്നു. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് പിണറായി വിജയന് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. വിഷയങ്ങൾ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കേസുകളാണ്. മോളുടെ കേസ്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസ്, അഴിമതി, അങ്ങനെ നിരവധി ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ ഇഷ്യൂവിന് പിന്നെ ഒരു സീറ്റ്, തൃശ്ശൂർ സീറ്റ് ജയിപ്പിക്കാം എന്നൊരു വാക്കുണ്ടായിരുന്നതായി ആദ്യം മുതൽ. സുനിൽകുമാർ അദ്ദേഹത്തിന്റെ സ്വന്തം കഴിവില്ല കയറിയിട്ടില്ല. അത് തോൽപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തൃശ്ശൂർ പൂരം പോലും തകർക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമം നടത്തിയത്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അല്പമെങ്കിലും ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്രയെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ഒരു കാരണവശാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൃശ്ശൂർ പൂരം, അത് 1-2 ഒരു പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല, മണിക്കൂറുകൾ നേരം അവിടെ അട്രോസിറ്റീസ് കാണിച്ച പൂരത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും തകർക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ പിന്നെ DGP ഒക്കെ ഇവിടെ ഇരിക്കല്ലേ, ആ സെക്കൻഡിൽ അവർ ഇടപെടുകയല്ലേ? ഒരു മിനിറ്റ് കൊണ്ട് ഒരു പോലീസ് ഓഫീസർ അവിടെ അനാവശ്യം കാണിക്കുന്നത് ഇവിടെ അറിയാൻ മിനിറ്റുകൾ പോലെ, ആ സെക്കൻഡിൽ അയാൾ അവിടെ നിന്ന് പോറാൻ പറയല്ലേ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു. മാത്രമല്ല, അന്ന് സുരേഷ് ഗോപി രാത്രിയിൽ തന്നെ അവിടെ പ്രത്യക്ഷപ്പെടുന്നു, അവിടെ വലിയൊരു ഷോ കാണിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരു അറേഞ്ച്ഡ് ആയിരുന്നോ CPM-ന്റെ എന്ന് നമുക്ക് സംശയമുണ്ട്. കാരണം തൃശ്ശൂർ പൂരം പോലെ ഇത്രയും ഒരു അഭിമാനകരമായ ഒരു കേരളത്തിന് ഏറ്റവും വലിയൊരു ഉത്സവം, ഒരു ജനതയുടെ, പ്രത്യേകിച്ച് തൃശ്ശൂർ ജനതയുടെ ഒരു പിന്നെ ഒരു ഉത്സവമാണത്. അവിടെ ഇത് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചുമ്മാതെ ഉണ്ടായതാണെന്ന് എനിക്ക് വിശ്വാസമില്ല. അപ്പൊ അത് വലിയൊരു വികാരമായി മാറി. തൃശ്ശൂർ അത് ഹിന്ദു, പ്രത്യേകിച്ച് എല്ലാവർക്കും ഉണ്ടായി, തൃശ്ശൂർ ജനതയ്ക്കിടയിൽ ഉണ്ടായി. അതിനപ്പുറത്ത് ഹിന്ദു ജനത്തിനിടയ്ക്ക് വിഭാഗത്തിനിടയിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കി. അത് പൂർണ്ണമായിട്ട് BJP അത് കാഷ് ചെയ്തത്. തിരുവനന്തപുരത്തെ ശശി തരൂരിന്റെ ഭൂരിപക്ഷം ഇപ്പോൾ 15,974. രാജീവ് ചന്ദ്രശേഖർ ഇവിടെ നേടിയത് 3,36,000 വോട്ടുകൾ. അതേസമയം പന്നിന്റെ വീതം ലഭിച്ചവർ 2,42,000. വോട്ട് ശതമാനത്തിൽ LDF അമ്പേ താഴെ പോയി. ഇവിടെ രാജീവ് ചന്ദ്രശേഖറിലേക്ക് LDF വോട്ടുകൾ ഒഴുകിയിട്ടുണ്ടോ? എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇവിടെ വിജയിച്ചിരുന്നെങ്കിൽ അത് BJP-യുടെ രാഷ്ട്രീയ വിജയമായിട്ട് നമുക്ക് സമ്മതിക്കാമായിരുന്നു. കാരണം പൊളിറ്റിക്കലായി അവർക്ക് ബേസ് ഉള്ള സ്ഥലമാണ്. പക്ഷെ വിജയത്തിന് തൊട്ടടുത്ത് ഇതിനു മുമ്പും 10,000 വോട്ടിന് O രാജഗോപാൽ തോറ്റത്. O രാജഗോപാൽ
ശശി തരൂരിനോട് തോക്കുന്നത് 10,000 അല്ല, വോട്ടിലാണ്. കേരളത്തിൽ ഈ UDF തരംഗം ആഞ്ഞടിക്കുമ്പോഴാണ് തിരുവനന്തപുരത്തെ ഈ നേരിയ ഭൂരിപക്ഷം. അല്ല, തിരുവനന്തപുരത്ത് അത് ആദ്യത്തെ സംഭവം അല്ലെന്നേ. തിരുവനന്തപുരത്ത് ഹിന്ദു മുന്നണിയുടെ കാലം മുതലേ, അതിനുശേഷം അന്ന് പിന്നെ വർഷങ്ങൾക്ക് മുമ്പേ ഈ BJP ഒക്കെ പിന്നെ ഇന്ത്യയിലങ്ങ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇവിടെ വളരെ വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള സ്ഥലമാണ് ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട്. പിന്നെ BJP വന്നപ്പോൾ മുതൽ BJP നല്ല മത്സരം. O രാജഗോപാൽ എല്ലാ സമയവും 2ാം സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണ പിന്നെ നമ്മുടെ മത്സരിച്ച ഇവിടെ അയമനം അല്ലല്ലോ, നമ്മുടെ പിന്നെ കുമ്മനം, പിന്നെ കുമ്മനന്റെ ആശയം പോലും ഇവിടെ വലിയ മത്സരമല്ല ഇവിടെ നടത്തിയത്. അപ്പൊ അങ്ങയുടെ നിരീക്ഷണത്തിൽ തിരുവനന്തപുരവും തൃശ്ശൂരും വേറിട്ട പാർലമെന്റ് മണ്ഡലങ്ങൾ തന്നെയാണ്? തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് BJP വിജയിച്ചിരുന്നെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ വിജയമായിരുന്നു. താമര വിരിഞ്ഞു എന്ന് നമുക്ക് സമ്മതിക്കാമായിരുന്നു. ഇപ്പൊ തൃശ്ശൂർ താമര വിരിഞ്ഞെന്നൊന്നും ഞാൻ സമ്മതിക്കാൻ തയ്യാറല്ല. അത് BJP-ക്കാർ പോലും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് വേറൊരു രീതിയാണ് അവിടെ സുരേഷ് ഗോപിക്ക് കിട്ടിയത്. അത് ഒരിക്കലും BJP-ക്കാരൻ എന്നുള്ള നിലയിലോ നരേന്ദ്രമോദിയുടെയോ BJP-യുടെയോ നയപരിപാടികൾക്ക് കിട്ടിയ അംഗീകാരമേ അല്ല, അവരുടെ രാഷ്ട്രീയമായ മുന്നേറ്റവും അല്ല. നേരത്തെ PC തോമസോട് ജയിച്ചിട്ടുണ്ട് NDA-യുടെ പേരിൽ. മുന്നണിയിൽ മത്സരം. NDA-യുടെ പേരിൽ മുന്നണിയുടെ NDA സ്ഥാനാർത്ഥിയായിട്ടല്ലേ ഇപ്പോഴും മത്സരിക്കുന്നത്. ഇത് പിണറായി വിജയനെതിരെയുള്ള ഒരു ജനവിധി തന്നെയാണ് എങ്കിൽ ഈ സർക്കാരിനെതിരെ കൂടുതൽ ശക്തമാക്കേണ്ട ഇനി പ്രതിരോധവും സമരവും ഒക്കെ? അല്ല, ഞാൻ പറഞ്ഞത് ഇത് പിണറായി വിജയനും കേന്ദ്ര ഗവൺമെന്റിനും 2 പേർക്കും എതിരെയുള്ളതാണ്. കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം BJP-യുടെ അല്ല CPM-ന്റെ ഈ വലിയ തകർച്ച, വൻ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് എല്ലാ സ്ഥലത്തും. BJP ഇപ്പോ പിന്നെ CPM 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന പല സ്ഥലത്തും BJP-യാണ് തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. ആലപ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലത്ത്, പത്തനംതിട്ടയിലൊക്കെ. അല്ല, പത്തനംതിട്ട വന്നിട്ടില്ല. ഇല്ല, 1.25 ലക്ഷം വോട്ടേ ഉള്ളൂ. പത്തനംതിട്ട വളരെ താഴെ പോയി. പത്തനംതിട്ടയിലൊക്കെ BJP-യുടെ പരീക്ഷണം തെറ്റിപ്പോയി. എവിടെ നിന്നോ കിട്ടിയൊരു പയ്യനെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി നിർത്തി. അത് അവരുടെ പരീക്ഷണം തെറ്റിപ്പോയി. അപ്പൊ അവിടെ CPM-ആണ് ഒരു ആത്മപരിശോധന നടത്തേണ്ടത്. CPM-ന്റെ മാസ് ബേസിൽ BJP കടന്നു കയറിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കുറെ നഷ്ടങ്ങളൊക്കെ ഒരു കാലത്ത് BJP-യുടെ വരവോടുകൂടി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആ ഒരു ഘട്ടം കഴിഞ്ഞു. ഇനിയിപ്പം ഞങ്ങളുടെ ഭാഗത്തു നിന്നൊന്നും അങ്ങോട്ട് കിട്ടത്തില്ല എളുപ്പത്തിൽ. ഇനി കിട്ടാനുള്ളത് അല്ലെങ്കിൽ BJP-ക്ക് വളരാൻ കഴിഞ്ഞിട്ടുള്ളതും CPM-ന്റെ ബേസിലാണ്, ഇടതുപക്ഷ മുന്നണിയുടെ ബേസിൽ. 2019-ൽ 19 സീറ്റുകൾ അന്ന് UDF നേടിയിരുന്നു കേരളത്തിൽ. എന്നാൽ തൊട്ടടുത്ത് 2021-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തുടർ ഭരണം ലഭിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വിജയം UDF-ന്റെ വിജയം എന്ന് നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുമോ ഈ 2019-ലെ ഈ വിജയവുമായി തട്ടിച്ചു നോക്കുമ്പോൾ? 2021 എന്ന് പറഞ്ഞാൽ അന്ന് ലോകം മുഴുവൻ ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ്. കോവിഡ് ലോകത്തെ, എനിക്ക് തോന്നുന്നത് ട്രംപ് ഒഴിച്ച് ലോകത്തുള്ള മുഴുവൻ ഭരണാധികാരികളും വീണ്ടും അധികാരത്തിൽ വന്നതാണ്. കാരണം അവര് കോവിഡിന്റെ കാലത്ത് ജനതയുടെ ഒരു വലിയ നിസ്സഹായതയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ മിക്കവാറും ഭരണകൂടങ്ങളൊക്കെ രക്ഷകന്റെ വേഷത്തിൽ വരികയും മറ്റുള്ളവർക്ക് അനങ്ങാൻ കഴിയാതിരുന്നൊരു സാഹചര്യമാണ്. മിക്കവാറും ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് പ്രതിപക്ഷം അവരുടെ നാവടക്കുക എന്ന് മാത്രമല്ല, അവർക്ക് ഫീൽഡിൽ ഇറങ്ങാൻ പോലും കഴിയാതിരുന്നൊരു കാലഘട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഇലക്ഷൻ പ്രവർത്തനം പോലെ തന്നെയായിരുന്നു ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ നടത്തിയ അവരുണ്ടാക്കിയ ഒരു ഇമേജ് ബിൽഡിങ്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അത്രയും വലിയൊരു വിജയം നേടുന്നത്. അല്ലെങ്കിലൊന്നും അങ്ങനെ ഒരു തകർച്ചയൊന്നും കേരളത്തിൽ UDF-ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 2 വർഷങ്ങൾ കൂടിയുള്ളൂ. 2026, 2024-ലെ ഈ ഒരു പാർലമെന്റ് വിജയം അതിലേക്കുള്ള ഒരു തുടക്കമാണോ? തീർച്ചയായിട്ടും അടുത്ത തവണ UDF എന്തായാലും കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ രീതിയിലുള്ള കുറച്ചുകൂടി ഞങ്ങൾക്ക് സംഘടനാപരമായ ഞങ്ങളുടെ സംവിധാനങ്ങൾ കുറെ കൂടി ഒന്ന് കുറച്ചുകൂടി റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും പിന്നെ UDF-ന് അനുകൂലമായ ഒരു ജനവികാരമുണ്ട്. അതിനെ ഞങ്ങൾക്ക് മുതലെടുക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സംഘടനാപരമായി അതിനെ നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും UDF അധികാരത്തിലേക്ക്. ദേശീയ തലത്തിൽ ഇപ്പോൾ അവസാനവട്ട ഭൂരിപക്ഷ കണക്കുകൾ പരിശോധിക്കുമ്പോൾ NDA മുന്നണി 294, ഇന്ത്യ മുന്നണി 232, 294, 232, വെറും 62 സീറ്റിന്റെ ഭൂരിപക്ഷം മാത്രമാണ് NDA മുന്നണിക്കുള്ളത്. 17 സ്വതന്ത്രർ പുറത്തു നിൽക്കുന്നു.
കടുത്ത പരീക്ഷണമല്ലേ BJP നേരിടുന്നത്? ഇന്ത്യ മുന്നണിക്ക് ഏതെങ്കിലും തരത്തിൽ അവരെ അപകടപ്പെടുത്താൻ കഴിയുമോ? കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് 303 സീറ്റ് ഉണ്ടായിരുന്ന BJPക്ക് ഇത്തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ്. അത് ഭൂരിപക്ഷമില്ല, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അവിടെ ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ അത് അവർക്ക് ഭരിക്കാൻ കഴിയൂ. അവരെ സംബന്ധിച്ചിടത്തോളം നിലപാടുകൾ മാറ്റുന്ന കാര്യത്തിൽ യാതൊരു മടിയില്ലാത്ത രണ്ടാളുകളാണ്. അവർ ഏത് സമയവും രണ്ട് മുന്നണിയോടൊപ്പം മാറി മാറി നിന്നിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളുടെ പിന്തുണയോടെ മാത്രമേ ഭരിക്കാൻ കഴിയുള്ളൂ. മാത്രമല്ല BJP രാജ്യത്തുണ്ടാക്കിയ ഒരു വലിയൊരു നറേഷൻ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ്. ഭരണഘടന മാറ്റാൻ പോകുന്നു, രാജ്യം മുഴുവൻ പിന്നെ മറ്റുള്ള ഒരുപാട് പിന്നെ വലിയ വലിയ പ്രചരണങ്ങളും വലിയ പിന്നെ പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തിയിരുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2029 ആകുമ്പോഴേക്കും 3 വർഷത്തേക്കായിരിക്കും. 2029 വീണ്ടും തെരഞ്ഞെടുപ്പ്, ഇന്ത്യ മുഴുവൻ ഒറ്റ തെരഞ്ഞെടുപ്പ്. അത് പ്രധാനമന്ത്രിയാണോ, ഇനി പ്രസിഡൻഷ്യൽ ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ആണോ, മോഡി ജീവിതകാലം മുഴുവൻ ഭരിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വലിയ ഒരു നറേഷൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അവിടെയൊക്കെ അതൊന്നും പറ്റില്ല എന്നുള്ളതും BJP ഇനിയിപ്പോ ഏതെങ്കിലും തരത്തിൽ ഇനിയിപ്പോ അധികാരത്തിലേക്ക് കയറിയാൽ തന്നെ ഒരിക്കലും ഇന്നലെ വരെ കാണിച്ച അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും ഭാഷയിൽ ഏകാധിപത്യത്തിന്റെ രീതിയിലൊന്നും ഭരിക്കാനാവില്ല. മാത്രമല്ല നരേന്ദ്രമോദി എന്ന് പറയുന്ന വലിയ ക്രൗഡ് പുളറാണെന്നും വലിയ ഇന്ത്യൻ ജനതയെ ആകർഷിക്കുന്ന ആളാണെന്നും ഉണ്ടായിരുന്ന ഒരു ധാരണയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു. 2 മണിക്കൂർ നേരത്തേക്കാണെങ്കിൽ വോട്ടെണ്ണലിൽ നരേന്ദ്രമോദി പുറകിലായിരുന്നു. ദുർബലനായ അല്ലെങ്കിൽ വളരെ സാധാരണക്കാരനായ ഒരു പ്രാദേശിക കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മുന്നിൽ അദ്ദേഹം 2 മണിക്കൂർ നേരം പിന്നാലെയായിരുന്നു. മാത്രമല്ല 1.25 ലക്ഷം വോട്ടുകളിൽ മാത്രം ഭൂരിപക്ഷമാണ് നരേന്ദ്രമോദിക്കുള്ളത്. ശ്രീ രാഹുൽ ഗാന്ധി 4-4.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമ്പോ ഉള്ളത് അതാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് BJPക്കോ NDA മുന്നണിക്കോ കടന്നു കയറാൻ കഴിയില്ല എന്നായിരുന്നു ഇതുവരെ ഇന്ത്യ മുന്നണിയുടെ ഒരു ആത്മവിശ്വാസം. പക്ഷെ കേരളത്തിൽ ഒരു സീറ്റ് പിടിച്ചിരിക്കുന്നു, തമിഴ്നാട്ടിൽ BJP സീറ്റ് പിടിച്ചിരിക്കുന്നു, കർണാടകയിൽ ഗംഭീരമായ ഒരു മുന്നേറ്റം, ആന്ധ്രാപ്രദേശ് അക്ഷരാർത്ഥത്തിൽ പിടിച്ചടക്കിയിരിക്കുന്നു. അപ്പോൾ ഇത് ദക്ഷിണേന്ത്യയിലേക്കുള്ള മോദിയുടെ NDA മുന്നണിയുടെ ഒരു യാത്രയുടെ തുടക്കമല്ലേ? ഒന്നുമല്ല, ഇതിനകത്ത് പുതിയതായി ഒന്നുമില്ല. അവിടെ പിന്നെ കർണാടകമാണെങ്കിൽ അവര് പലതവണ ഭരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഒരേ ഒരു സീറ്റായിരുന്നു കോൺഗ്രസിന്. കർണാടകയിൽ BJPക്ക് 18, ഇക്കുറി കോൺഗ്രസിന് 10, 28. ഞാൻ പറഞ്ഞു കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ഇപ്പൊ ഭരിക്കുന്നത് കോൺഗ്രസ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ്സാ. കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് ദള് സഖ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു സീറ്റ് മാത്രം കിട്ടും, ദളിന് ഒരു സീറ്റ് കിട്ടി. അങ്ങനെ 2 സീറ്റ് ആകെ ഉണ്ടായിരുന്നു. ബാക്കി മുഴുവൻ BJP ജയിച്ചത്. അപ്പൊ അതുകൊണ്ടത് പുതിയ കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആന്ധ്രാപ്രദേശിൽ പിന്നെ ചന്ദ്രബാബു നായിഡുവിന്റെ തോളിൽ ഇരുന്നുകൊണ്ട് വല്ല സീറ്റ് വാങ്ങിയിട്ടുള്ളതല്ലാതെ BJPയുടെ ഒരു വളർച്ചയായിട്ട് ഞങ്ങൾ കാണാൻ കഴിയില്ല. എന്നാൽ തെലങ്കാനയില് അവിടെ BRSനെ അപ്രസക്തമാക്കി അവിടെ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കോൺഗ്രസിന് 10 സീറ്റുണ്ട് ഇത്തവണ. ആ കൂട്ടത്തിൽ ഇവർക്കും സീറ്റ് കിട്ടി. ഉത്തർപ്രദേശിൽ വലിയൊരു മാജിക് ഇന്ത്യ മുന്നണി ഇക്കുറി കാട്ടുമ്പോൾ മറ്റ് ഹിന്ദി ഭൂമിയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ ഒരു മിന്നുന്ന പ്രകടനത്തിനൊന്നും ഇക്കുറിയും ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല. അല്ല, മിന്നുന്ന പ്രകടനം വെച്ചാൽ ഹരിയാനയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഹരിയാനയിൽ BJPക്ക് 5, കോൺഗ്രസിന് 5, ഒപ്പത്തിനൊപ്പം. അല്ല, കോൺഗ്രസ് കൂടുതലുണ്ട്. അല്ല, 5 സീറ്റ്. ഇപ്പോൾ 5 സീറ്റിലാണ്, 5 സീറ്റിലാണ്. എനിവേ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് ഒരു സീറ്റും ഇല്ലാതിരുന്ന സ്ഥലമാണ്. അതുപോലെ പഞ്ചാബില് BJP, പഞ്ചാബിൽ പക്ഷേ ആം ആദ്മിക്ക് ഇപ്പോൾ 3 സീറ്റിലെ മുന്നിട്ട് നിൽക്കാൻ കഴിയുന്നുള്ളൂ. കോൺഗ്രസ് 7 സീറ്റില്. അതെ അതെ. അപ്പൊ അവിടെ BJPക്ക് ഒരു സീറ്റും ഇപ്പൊ ഇല്ല. കഴിഞ്ഞ തവണ BJPക്ക് ഉണ്ടായിരുന്ന സീറ്റ്. പക്ഷെ ആം ആദ്മിക്ക് എന്തോ സംഭവിച്ചു, ദില്ലി അക്ഷരാർത്ഥത്തിൽ NDA പിടിച്ചെടുത്തു. ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അഴിമതിയും മറ്റ് അഴിമതി വീണയുടെ പേരിലുള്ള അറസ്റ്റും അവരുടെ ലീഡർഷിപ്പിനെ പെട്ടെന്ന് ഒരു പകച്ചു പോയിരുന്നവരെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്. പിന്നെ കേജ്രിവാൾ തിരിച്ചിറങ്ങി വന്നിട്ടാണ് അവരൊന്ന് ട്രാക്കിലേക്ക് വരാൻ പറ്റിയത്. മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വെറും 17% വോട്ടേ കിട്ടിയുള്ളൂ. സംസ്ഥാനം അവർ ഭരിക്കുമ്പോൾ അതിനുശേഷമുള്ള അസംബ്ലി ഇലക്ഷനിൽ അവർ ജയിച്ചവരാണ്. എങ്കിലും വെറും 17% വോട്ട് മാത്രം അവർക്ക് കിട്ടുന്നത്. കോൺഗ്രസിന് 23% ഡൽഹിയിലുണ്ടായിരുന്നു അന്ന് വോട്ട്. 2ാം സ്ഥാനത്ത് കോൺഗ്രസ് ആയിരുന്നു, 3ാം സ്ഥാനത്തെ അന്നും ഇവർ വന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ദേശീയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വേറൊരു പാറ്റേൺ വരുന്നുണ്ട്.
പക്ഷേ നോർത്ത് ഇന്ത്യ മുഴുവൻ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ സ്വീപ്പ് ചെയ്തതാണ് ഇവര് BJP. അത് അവിടെ നിന്ന് അവർക്ക് വളരെ പുറകോട്ട് പോകും. ഗുജറാത്തിൽ ഒരു സീറ്റ് കോൺഗ്രസ് കോൺഗ്രസിന് 1-2 സീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. 2 സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ ഹിന്ദി ഹൃദയഭൂവിലേക്ക് മാത്രമല്ല മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഉജ്ജ്വലമായ മുന്നേറ്റം. അപ്പൊ ഇന്ത്യ മുന്നണിയുടെ പരീക്ഷണം ഒരു പരിധി വരേക്ക് വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യ മുന്നണിയിൽ ആദ്യം വന്നിരുന്ന നിതീഷ് ഉൾപ്പെടുന്ന ഒരു ടീമായിരുന്നു ഇവിടെ ഭരിക്കുമായിരുന്നു, യാതൊരു സംശയവുമില്ല. പക്ഷെ അതിന്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ രാഹുൽ ഗാന്ധിയുടെ പക്വതയില്ലാത്ത രാഹുൽ ഗാന്ധിയുടേതെന്ന് മാത്രം പറയാൻ കഴിയില്ല. പല ഘടകങ്ങളുണ്ട്. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് താല്പര്യങ്ങളുള്ള ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു വരികയല്ലേ. അപ്പൊ അത് കോൺഗ്രസ് മാത്രമല്ല, കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്. ഇനി നരേന്ദ്രമോദിയെയും BJPയെയും ഇന്ത്യയിൽ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കോൺഗ്രസ് 300 സീറ്റുകളെ മത്സരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വരുമോ അതോ KC വേണുഗോപാൽ? പാർട്ടി ദേശീയ തലത്തിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്, അല്ലാതെ അതിനെക്കുറിച്ച് ഇപ്പൊ ഞാൻ അഭിപ്രായം പറയേണ്ട ആളല്ല. അതൊക്കെ രാഹുൽ ഗാന്ധി തന്നെ അധികാരത്തിൽ പ്രതിപക്ഷ നേതാവ് ആകണമെന്ന് നമ്മുടെയൊക്കെ ആഗ്രഹം. കാരണം ഇന്ത്യൻ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി മോദിയുമായി നേർക്കുനേറിയാലും രാഹുൽ ഗാന്ധിയുടെ പരീക്ഷണങ്ങൾ വിജയിച്ചു മാത്രമല്ല ഇപ്പം പ്രതിപക്ഷ നേതാവെന്ന് മാത്രം പറയാറായിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചല്ല എനിക്കിപ്പോ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. കാരണം എല്ലാ സാധ്യതകളും എല്ലാം കുതിര കച്ചവടം വേണ്ടി വരികയല്ലേ. കുതിര കച്ചവടത്തിന്റെ കാര്യമൊന്നുമില്ല, രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയല്ലേ, അല്ലാതെ ജയിച്ചിട്ടുള്ള MP മാരെ തട്ടിക്കൊണ്ട് പോവല്ലേ. അല്ല, ഇത് NDA നിതീഷ് കുമാറിനെയോ ചന്ദ്രബാബു നായിഡുവിനെയോ അത് ചൂണ്ടിയെടുക്കുകയല്ല. അവർക്ക് ചിലപ്പം പ്രധാനമന്ത്രി സ്ഥാനമായിരിക്കും കിട്ടുന്നത്. അല്ലാതെ അവരെ ചൂണ്ടിയെടുക്കുകയല്ല. അവരും രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവസരങ്ങളുടെ സാധ്യതകളുടെ ഒരു ഗെയിമാണല്ലോ. അവരൊക്കെ എന്ന് വെച്ചാൽ ഒരു മടിയില്ലാത്ത ആളുകളാണ്. അപ്പൊ അവർക്ക് അവരുടെ സാധ്യതകൾ നോക്കി അവർ ചിലപ്പോൾ പിടിക്കാനുള്ള ശ്രമങ്ങൾ BJP തുടങ്ങി കഴിഞ്ഞു. അതെ, BJP സ്റ്റാലിനെ പ്രധാനമന്ത്രിയാക്കുമോ? സ്റ്റാലിനെ പ്രധാനമന്ത്രിയാക്കുമെങ്കിൽ സ്റ്റാലിൻ ചിലപ്പം ചെലവായിരിക്കും. പ്രധാനമന്ത്രി പദമൊക്കെ ഇവിടെ ഓഫർ ചെയ്യാൻ പോകുന്നത് എല്ലാം കിട്ടുന്നത് ചിലപ്പോ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ഇനിയുള്ള നാളുകൾ ഭദ്രമായിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടോ പൊതുവെ? ഇന്ത്യ മുന്നണി എന്തായാലും ഇന്ത്യയിൽ BJPയെ വീഴിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ആത്മവിശ്വാസമായി. BJPയെ നരേന്ദ്രമോദിയെയും അതാണ് പ്രധാനപ്പെട്ട കാര്യം. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരുന്ന കള്ളപ്രചരണങ്ങളും അദ്ദേഹം ഉണ്ടാക്കിയ ഹൈപ്പും അതിലൊന്നും അർത്ഥമില്ലായിരുന്നുവെന്നും ഇത്രയധികം ഭരണഘടനാ സ്ഥാപനങ്ങളെ, കോടതികളെ പോലും, നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ പോലും തെരഞ്ഞെടുപ്പ് തന്നെ നടത്തിയത് എങ്ങനെയാണ്? 7 ഘട്ടങ്ങളായിട്ട് ഓരോ സ്റ്റേറ്റ്, ഇപ്പം ഇവർക്ക് പൊളിക്കേണ്ട പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ മധ്യപ്രദേശ് ഉൾപ്പെടെ മറ്റ് പല സ്റ്റേറ്റ്, UP ഉൾപ്പെടെ എല്ലാം 7 ഘട്ടങ്ങളാക്കി നരേന്ദ്രമോദിക്ക് ഓരോ സ്ഥലത്തും ചെന്ന് പ്രചരണം നടത്താൻ കഴിയുന്ന രീതിയിൽ അതിന്റെ ഷെഡ്യൂൾ തയ്യാറാക്കി BJP ഓഫീസിൽ നിന്ന് തയ്യാറാക്കി കൊടുത്ത ഷെഡ്യൂളല്ലേ ഇലക്ഷൻ കമ്മീഷൻ. ഈ തെരഞ്ഞെടുപ്പ് ഭൂരിപക്ഷം ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ കേരളത്തിൽ UDFന് ഒരു പക്ഷേ സന്തോഷിക്കാൻ കഴിയും. കാരണം BJPയിലേക്കുള്ള കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളുടെ ഒഴുക്ക് നിലയ്ക്കും എന്നൊരു ധാരണയുണ്ടോ? BJPയിലേക്ക് ഇനി കോൺഗ്രസിൽ നിന്ന് ആരും പോകാൻ വഴിയില്ല. ഇനി CPM മാത്രമല്ല, CPM ആണ് ഇവിടെ സ്വാഭാവികമായിട്ടും BJPക്ക് കടന്നു കയറാൻ എളുപ്പമുള്ളതും. CPMലേക്ക് നേരത്തെ ചർച്ചകൾ നടത്തി CPMലേക്ക് BJPക്ക് കടന്നു കയറാൻ എളുപ്പമുള്ളതും CPM ഇടതുപക്ഷ മുന്നണിയാണ്. അവരത് ഈ തെരഞ്ഞെടുപ്പിൽ അത് കുറെ തെളിയിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നത് CPMൽ നിന്ന് ഇടതു മുന്നണിയിൽ നിന്ന് വലിയൊരു ചോർച്ച BJPക്ക് ദേശീയ തലത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ തീർന്നു. BJPക്ക് ദേശീയ തലത്തിൽ ഒരു പ്രതീക്ഷ കൊടുത്തുകൊണ്ട് നിൽക്കാൻ കഴിയുന്നു. ഇപ്പൊ നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി ആകുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ നരേന്ദ്രമോദിയൊക്കെ പ്രധാനമന്ത്രി സ്ഥാനത്ത് മാറി വേറൊരു ലീഡറൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ഈ സ്ഥിതിയൊന്നും ആയിരിക്കില്ല ദേശീയ രാഷ്ട്രീയത്തില്. കാരണം അവരിപ്പം ഭരണഘടന തിരുത്തുന്നു, അവിടെ CAA നടപ്പിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഗീയമായ വലിയ വിഭജനമാണ് നടത്തിക്കൊണ്ടിരുന്നത്. എക്കാലത്ത് നരേന്ദ്രമോദിക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരുന്ന RSS സംഘടനയാണ്. ഇക്കുറി RSSന്റെ പിന്തുണ കുറഞ്ഞോ നരേന്ദ്രമോദിക്കുള്ള? അതറിയില്ല. എന്തായാലും RSSനേക്കാൾ വളർന്നു BJP എന്നാണ് അവരുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായത്. അതവരെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടാകും. പ്രൊവോക്ക് ചെയ്തതാണോ ഇനി അവരെന്താണ് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞതാണോ എന്നറിയില്ല. കാരണം ചിലപ്പം RSSന്റെ ഒരു വലിയ ഒരു മേൽക്കൈ അല്ലെങ്കിൽ ഒരു ഇതുണ്ട് ഇതിൻ്റെ അകത്ത് BJPയുടെ ഭരണത്തിൽ എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാവാം. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും സംതിങ് റോങ്. എന്തായാലും ദേശീയ അടിസ്ഥാനത്തിൽ BJPയുടെ കുതിപ്പ് അവസാനിച്ചു.
ഇനി കീഴോട്ടുള്ള പോക്കായി. ഇപ്പൊ കോൺഗ്രസ് സംഘടനയെ സംബന്ധിച്ച്, നേതാക്കളെ സംബന്ധിച്ച് ഒരു തിരിച്ചുവരവ് എന്നുള്ള ഒരു പ്രതീക്ഷ അവരുടെ മനസ്സിൽ ഇപ്പോൾ തീർച്ചയായിട്ടും വിരിഞ്ഞിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടം അതാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത 138 വർഷത്തെ പാരമ്പര്യമുള്ള ഈ മഹാപ്രസ്ഥാനം ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിലുണ്ടെന്നും അത് തിരിച്ചു വരുമെന്നും കോൺഗ്രസ് തന്നെയാണ് ആത്യന്തികമായി ഈ രാജ്യത്തിന് ചേർന്ന പാർട്ടിയെന്നും ഈ രാജ്യത്തിന് നന്മയുള്ള പാർട്ടിയാണെന്നും ഇന്ത്യൻ ജനതയെയും ഇന്ത്യയെയും ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് കോൺഗ്രസ് വികാരം ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തുണ്ടായ ഈ വിജയം കേരളത്തിലും പ്രതിഫലിക്കും. തീർച്ചയായിട്ടും ദേശീയ രാഷ്ട്രീയം എന്നും കേരളത്തെ പ്രതിഫലിച്ചിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലെ കേരളത്തില് ഈ കഴുത്ത കാലത്ത് കോൺഗ്രസിനുണ്ടായ ക്ഷീണം ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മൾ പിന്നോട്ട് പോയതാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മൾ മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രതിഫലനം കൂടി ഉണ്ട്. ഇനിയിപ്പോ ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനൊരു ക്ഷീണമില്ല. ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ, BJPക്ക് ഇനി കടന്നു വരണമെങ്കിൽ ഇടതുപക്ഷ മുന്നണിയെ തകർത്തോണ്ടേ കടന്നു വരാൻ പറ്റുള്ളൂ. അതല്ലാതെ ഒന്നും BJPക്ക് ഇവിടെ വരാൻ പറ്റില്ല. നമ്മുടെ ഈ അഭിമുഖം തുടങ്ങി ഏകദേശം 15 മിനിറ്റോളം പിന്നിടുമ്പോൾ ഏറ്റവും ശുഭകരമായ ഒരു വാർത്ത ആറ്റിങ്ങലിൽ നിന്ന് വരുന്നു. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് 1708 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസിന് 18 സീറ്റുകൾ ഇനി ഉറപ്പിക്കാം. 2 സീറ്റുകൾ മാത്രം കൈവശം. വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ദേശീയ നമ്മുടെ ടാലിയില് കോൺഗ്രസിന് ഇപ്പൊ എത്രയായി? 100 അടുത്തായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഞങ്ങളുടെ ഇന്ത്യ മുന്നണിക്ക് 232, ഇന്ത്യ മുന്നണിക്ക് തൊട്ടപ്പുറത്ത് NDAക്ക് 294. അതിൽ കോൺഗ്രസിനുള്ളത് ഏകദേശം 100 അടുത്ത് വന്നിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു ഇത്തവണത്തെ ഒരു ടാർഗറ്റ് ആയിരുന്നു. 100-ൽ കവിയണം, അല്ലെങ്കിൽ 100-ൽ എത്തണം എന്നുള്ളത്. തീർച്ചയായിട്ടും അത് വന്നാൽ ഞങ്ങൾ തിരിച്ചു വരും. ഇന്ത്യയിൽ തിരിച്ചു വരും, യാതൊരു സംശയവുമില്ല കോൺഗ്രസിന്. കാരണം ഞങ്ങളുടെ ലീഡർഷിപ്പ് തന്നെയല്ല, യുവ ലീഡർഷിപ്പാണ്. രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും ഒക്കെ പതിറ്റാണ്ടുകളോളം രാജ്യത്തെ നയിക്കാനും ദിശാബോധത്തോടെ നയിക്കാനും കെൽപ്പുള്ളവരാണ്. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയായിരിക്കും ജനങ്ങൾക്കുള്ളത് അവരില്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സെക്യുലറാണ്. ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനതയ്ക്കും വിശ്വസിക്കാൻ കഴിയുന്നവരാണ്. അഴിമതിയില്ലാത്തവരാണ്. സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ്. തട്ടിപ്പൊന്നുമുള്ളവരല്ല. ഇതെല്ലാം ഇന്ത്യൻ ജനത നോക്കിക്കാണുകയല്ലേ. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് വളരെ സുഖകരമായ ഒരു കാലഘട്ടമായിരിക്കും ഇനിയും മുന്നോട്ടുള്ള കാലം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ നന്ദി ശ്രീ ജോസഫ് വാഴക്കൻ. നമസ്കാരം.